അപ്പൊ ഇതാണ് കറുവാല. കണ്ട ബേ ലീഫ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഈ കാണാണ് ബേ ലീഫ്. കണ്ട ഇതിന് പറിച്ചിട്ട് ഉണക്കിയാൽ മതി. സംഭവം അടിപൊളിയായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോഷദേവ്. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണേ. അപ്പൊ ഇന്ന് വന്നേക്കണത് എല്ലാവർക്കും പരിചയമുള്ള ഒരു മരത്തിനെ കുറിച്ച് പറയാന്. കറുവ മരം എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം. കറുവാമല, കറുവ ഇല, നമ്മളെ ഓശാന ഞായറാഴ്ച കോഴിക്കട്ട ഒക്കെ ഉണ്ടാക്കുമ്പോ ചെമ്പിന്റെ അടിയിൽ ഈ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കണ കറുവാല. അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. വേറൊരു വാക്കാണ് ബേ ലീഫ് എന്നൊക്കെ പറഞ്ഞ് കടയിൽ ചെന്ന് കഴിയുമ്പോൾ ഇതെന്ത് കുന്തോ നോക്കും ആൾക്കാർ. ബേ ലീഫ് ഉണക്ക സാധനം. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി അതൊന്നും നിസ്സാരക്കാരനല്ല. ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള സംഭവങ്ങളാണ്. അത് ഇതാണ്. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കത്തി ഇങ്ങനെ ഒരു റൂമിലൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമില് നല്ല ഫ്രാഗ്രൻസ് ആയിരിക്കും. പിന്നെ രണ്ടാമത് കൊതുക് ഉണ്ടാവില്ല. മോസ്കിറ്റോ, ലിസാർഡ്, കോക്രോച്ച് ഈ സാധനത്തിന് മൂന്നും വീട്ടിൽ നിന്ന് ഓടിപ്പോകും. ഇത് നോണ പറഞ്ഞല്ല, പരീക്ഷ ഒരിക്കൊക്കെ അറിയാൻ പറ്റും ഇത് സംഭവം. അപ്പൊ ഇന്ന് അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഓക്കെ. അപ്പൊ ഈ പൂവുണ്ടോ, പൂട്ടക്കണുണ്ട് ഇതില് ഇലയില്. ഞാൻ അത് അവിടെ നിന്ന് പറിച്ചു വന്നേക്കണ. പൂട്ടൊക്കെ നോക്കി പറിച്ചു വന്നേ കണ്ടോ. ആ ഇല എന്ന് പറഞ്ഞാൽ ഇച്ചിരി എഫക്റ്റ് കൂടും. അത് നമ്മളെ കറുവാപ്പട്ടയൊക്കെ ടേസ്റ്റ് വരും. ആ ഇലക്ക് വെറുതെ കടിച്ചു നോക്കി അറിയാൻ പറ്റും. നല്ല മൂത്തല് പൂട്ടക്കണ നല്ല മൂത്ത തണ്ടയിലെ പൂടുള്ളല്ലോ. ആ ഇല ഇച്ചിരി എഫക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതങ്ങോട്ട് ഉണക്കും. മൊത്തത്തിൽ ഉണക്കി അങ്ങോട്ട് നമുക്ക് സൂക്ഷിക്കുക. കുറെ നാൾ ഇരുന്നേക്കും. ഉണക്കി കഴിഞ്ഞ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിരിക്കും. ഓക്കെ. അപ്പൊ ഇതിലുള്ള പൂവുണ്ട, ഈ പൂവ് മാത്രം വെട്ടിയെടുത്ത് ഉണക്കിയെടുക്കും. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. സീക്രട്ടാണ്. ഇത് കണ്ട, നന്നായിട്ട് കഴുകി ഇതില പൊടിയൊക്കെ അങ്ങോട്ട് കളയണം. വേണ്ട, സൂപ്പറായിട്ട് കളഞ്ഞിട്ടില്ല. അടിപൊളിയായിട്ട് നേരിൽ കൊണ്ട് ഉണക്കും. ഓക്കെ. നല്ല പൊടിയൊക്കെ പോയി. ഇവിടെ ഒരു നെറ്റൊക്കെ വിരിച്ചുണ്ട്. നെറ്റിലേക്ക് സാധനം അങ്ങോട്ട് വെതറിടാൻ മതി. പാത്രത്തിൽ അങ്ങോട്ട് വെതറിടാൻ മതി. ഇങ്ങനെ വെതറി അങ്ങോട്ട് ഇട്ടാൽ മതി. വെയിലത്തുള്ള അടിപൊളിയായിട്ട് ഉണക്കും. അത് കയ്യത്തിനൊക്കെ നിർച്ചിട്ടുണ്ട്. കാറ്റിട്ടെല്ലാം പറഞ്ഞു കത്തിയാണ്. അപ്പൊ ഇത് ആദ്യം കാണിച്ച പൂവാണ്ടമ്മ. ആദ്യം കാണിച്ചില്ലേ ആ ഇലയുടെ കൂടെ കാണിച്ച തണ്ടിലുണ്ടായിരുന്ന പൂവാണ് ഇത്. ഇതിന്റെ ഗുണം പറയാട്ടാ. ഇല കണ്ട, ഇത്ര ഇല നമ്മ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര ഇല എന്തിനാണ് കറിയിലൊക്കെ, കറി ഈ ബിരിയാണിയിലും മന്തിയിലും ഇതിലൊക്കെ ഇടാനാണെങ്കിൽ തന്നെ ഇത്ര എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം നമുക്ക് കറിയിലും ഇറച്ചിക്കറിയിലും ബിരിയാണിയിലും മന്തിയിലൊക്കെ ഇടാൻ മാത്രമല്ല, അല്ലാണ്ടുള്ള ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള കുറെ ഉപയോഗമുണ്ട്. ഇത് കുളിക്കണ ശരീരമേനുള്ളവർക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് കുളിക്ക. അത് അങ്ങനെയുള്ള ഗുണമുണ്ട്. പിന്നെ തണ്ട് തണ്ടാണ്, ഇതിന്റെ തണ്ടാണ് ഇത്. ഈ സാധനം എടുത്തിട്ട് ഈ തണ്ടണ്ട, ഈ തണ്ട് എടുത്തിട്ട് നമ്മ വെള്ളത്തില് ആവി പിടിക്കില്ല. തലവേനക്കൊക്കെ ആവി പിടിക്കില്ല. വെള്ളത്തിലായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതക്കണം. കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇടിയണം. കല്ലൊക്കെ ഉണ്ടാവില്ല ചിലവർക്ക്. ഇല്ലെങ്കിലുള്ള കാര്യം അത് വെറുതെ ഇട്ടാൽ മതി. ഉണ്ടെങ്കിൽ അതൊന്ന് ചതക്കണം. ചതച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ തിളച്ച മറ്റേ പുട്ടൂറ്റിട കുടവക്കില് എന്നിട്ട് ആവി പിടിച്ചാൽ ഒരു 2 പേരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാണാം. തലവേന മൈഗ്രൈനൊക്കെ ഉള്ളവർക്കൊക്കെ സൂപ്പറാണ്. സംഭവമൊക്കെ അങ്ങോട്ട് പോകും. അപ്പൊ കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാനും ഞാനാരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറഞ്ഞത്. ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തലവേന വന്നിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണം. പിന്നെ ബേല് ഇല കാണിച്ചില്ല, ഇലയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല സംഭവം. അത് വീട്ടിലുള്ളത് നല്ലത്. നമുക്ക് അറിയില്ല. കുഴിമന്തി ഒന്നും എപ്പോഴും ഉണ്ടാക്കുന്ന ബിരിയാണിയും ഇതൊക്കെ എപ്പോഴും ആൾക്കാരുണ്ടാകും. ഇറച്ചിക്കറി അതൊന്നും മാത്രമല്ല. അത് നമുക്ക് ഇത് എവിടെയെങ്കിലും കറുവാമരം ഉണ്ടെങ്കിൽ അതിന്റെ ഇല എടുത്തിട്ട് ഉണക്കി, ഇപ്പൊ കാണിച്ച പോലെ ഉണക്കി നല്ല
ഇതായിട്ട് നല്ല കഴുകി നല്ല ആദ്യം അതിനൊക്കെ പൊടിയൊക്കെ ഉണ്ടാവും മരത്തിലേക്ക് ഇടുന്നത്. പൊടിയൊക്കെ കഴുകി നല്ല ഉണക്കി നല്ല പക്കയൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കാം. അതിന്റെ പൂവൊക്കെ എടുത്തിട്ട് നല്ല കാര്യമാണ് അതൊക്കെ. പൂവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ കെട്ടുമ്പോ നന്നായിട്ട് മുന്തിരി വൈൻ ആയിരിക്കും പറയാൻ പോലെ മുന്തിരി വൈനും കെട്ടുമ്പോ ആ വൈനിലായിട്ട് ഇട്ട് കൊടുക്കാതെ ആ പൂവ്. കറുവ പട്ട ഇടണതിനെക്കാട്ടും പവർ സാധനമാണ് ആ പൂവ് പറഞ്ഞത്. കാര്യങ്ങളിൽ അറിയാവോ? എനിക്കറിയാവുന്നൊക്കെ പണ്ടുള്ള അറിവ് ആളുകളൊക്കെ നമ്മ പ്രായമുള്ളവരോടൊക്കെ ഒരുപാട് സംസാരിക്കണോണ്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ അറിവുകളൊക്കെ കിട്ടണോണ്ടാണ് ഇത്ര ഇതായിട്ട് പറയണത്. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, ഷെയർ ചെയ്യ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുള്ള അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.